ഇതുപോലെ 100 രൂപയ്ക്ക് സ്റ്റീൽ പാത്രം എന്ന് പറഞ്ഞ് തെരുവോരങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുന്നെങ്കിൽ അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അല്ലെന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കാൻ ശ്രദ്ധിക്കുക. ഇത് കൊല്ലത്ത് ഞാൻ തന്നെ മുമ്പ് ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ ഇതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ആശങ്ക അറിയിച്ചതാണ്. ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധമാണ് ഇവർക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആരോഗ്യപരമായിട്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചേർത്തിട്ടാണ് ഈ പാത്രങ്ങൾ ഉണ്ടാക്കിയതെന്നും അതുപോലെ തന്നെ ഇരുമ്പോ തകിടോ പോലുള്ള വസ്തുക്കൾ കൊണ്ടാണ് ഈ പാത്രം നിർമ്മിച്ചതും എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. വ്യാപാരി വ്യവസായികളും ജനപ്രതിനിധികളും അതുപോലെ പോലീസും ഒക്കെ ഇടപെട്ട് ഇവരെ പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞു വിടുകയുണ്ടായി. പക്ഷേ ഇവർ കേരളത്തിൽ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ പോയി ഇതുപോലെ കച്ചവടം തുടരുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. ആരോഗ്യവകുപ്പും പോലീസും ഈ കാര്യത്തിൽ ശക്തമായ നടപടി എടുക്കേണ്ടതാണ്. ലാഭം കാണുമ്പോൾ ചാടി വീഴുന്ന മലയാളികളുടെ ഒരു സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ഇതുപോലുള്ള ചതിക്കുഴികൾ ചെന്നപ്പെടും. ഇതുപോലുള്ള പാത്രങ്ങൾ വാങ്ങി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമായിരിക്കും. അതുപോലെ തന്നെ പലരും ഉപയോഗിച്ച പലരും അനുഭവസ്ഥർ പറഞ്ഞത് ഇത് 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ കോട്ടിങ് പൂർണ്ണമായി ഇളകി പോകുന്നതായിട്ടാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കഴിവതും ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.